നമസ്കാരം. കേരളത്തിലടക്കം ലക്ഷക്കണക്കിന് ആരാധകരുള്ള നടനാണ് വിജയ്. നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച് അടുത്ത കാലത്ത് നിരവധി അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. ഭാര്യ സംഗീതയുമായി വിജയ് അകന്നു കഴിയുകയാണെന്ന് നേരത്തെ തന്നെ വിവരങ്ങളുണ്ടായിരുന്നു. വിജയ്ക്കൊപ്പം സംഗീതയെ കണ്ടിട്ട് ഏറെ കാലമായിരുന്നു. വിജയ് രാഷ്ട്രീയത്തിലെ തിരക്കുകളിലേക്ക് കടന്നപ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കൂടുകയാണ് ചെയ്തത്. വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ വിജയ് കടന്നുപോകുന്നത്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് വിജയുടെ ഭാര്യ സംഗീത രംഗത്ത് വന്നത്. പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നാണ് ഹർജിയിലെ ആരോപണം. ഏറെ നാളായി ഇരുവരും തമ്മിൽ അകന്നു കഴിയുകയാണ്. ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ വീഴുമെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു. എന്നാൽ വിജയോ ഭാര്യയോ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ സംഗീത നിയമപരമായി നീങ്ങിയിരിക്കുന്നത്. വിജയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭാര്യ സംഗീത കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 27 വർഷമായി തുടരുന്ന ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള താരപത്നിയുടെ തീരുമാനം മുഴുവൻ തമിഴ്നാടിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ വിവാഹമോചന ഹർജിയിൽ സംഗീത ഉന്നയിച്ച ആരോപണങ്ങളാണ് വിജയുടെ ആരാധകരെ കൂടുതൽ ഞെട്ടിച്ചത്. കുടുംബത്തിന്റെ സമ്മതത്തോടെ 1999 വിജയ് സംഗീത വിവാഹം നടന്നത്. ആരാധികയെ നടൻ വിവാഹം ചെയ്തതിൽ അന്ന് എല്ലാവർക്കും അതിശയമായിരുന്നു. മേഡ് ഫോർ ഈച്ച് അതർ കാറ്റഗറിയിലായിരുന്നു ഈ ദമ്പതികളുടെ സ്ഥാനം. പ്രായപൂർത്തിയായ 2 മക്കളാണ് ഇരുവർക്കുമുള്ളത്. 2020 വരെ സംഗീത വിജയ് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പൊതുവേദികളിൽ ഭാര്യയെ കൊണ്ടുവരാൻ വിജയ്ക്കും ഉത്സാഹമായിരുന്നു. എന്നാൽ 2021 മുതൽ കാര്യങ്ങൾ കുഴയാൻ തുടങ്ങി. ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങളുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ പ്രചരിച്ചിരുന്നു. എന്നാൽ അവയിൽ യാതൊരു സത്യവുമില്ലെന്നും അവർ സന്തോഷകരമായി ജീവിച്ചു വരികയാണെന്നും സാധാരണ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണെന്നും വിജയുടെ ആരാധകരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം അനുയായികളും ഉറച്ചു പറഞ്ഞിരുന്നു. അനാവശ്യമായ അപവാദങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങനെ പറഞ്ഞവരെയെല്ലാം നിശബ്ദരാക്കുന്ന രീതിയിൽ സംഗീത ഇപ്പോൾ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയെ സമീപിച്ച് വിവാഹമോചന ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഹർജി ഏപ്രിൽ 20 പരിഗണിക്കപ്പെടും. അന്ന് വിജയ് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ സമൻസ് അദ്ദേഹത്തിന്റെ വസതിയിൽ ഒട്ടിക്കുകയോ നേരിട്ട് അയക്കുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. വിവാഹമോചനത്തിനേക്കാൾ വലിയ ഞെട്ടലാണ് അതിന്റെ കാരണങ്ങളായി സംഗീത ഉന്നയിച്ച ആരോപണങ്ങൾ ആരാധകർക്ക് നൽകിയത്. ആ ഒരു നടിയുമായി വിജയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്നും അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഭാര്യ എന്ന പേരിലുള്ള അവകാശങ്ങളും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശവും സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നും മാനസികമായും പീഡിപ്പിച്ചുവെന്നും സംഗീത ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇതോടെ വിജയ്ക്ക് ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഇമേജും തകർന്നു. സോഷ്യൽ മീഡിയ മുഴുവൻ സംഗീത വിജയ് വേർപിരിയൽ ചർച്ചകളാൽ നിറഞ്ഞിരിക്കുമ്പോൾ 2004 വിജയ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോയും വൈറലാവുകയാണ്. ഒരു ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ സുന്ദരനോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ആണെങ്കിൽ അതിന് കാരണം എൻ്റെ അമ്മയും ഭാര്യയും തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. സന്തോഷമായിരിക്കുന്നതാണ് പ്രധാനം, അതാണ് സൗന്ദര്യം നൽകുന്നത്. ഇവർക്കൊപ്പം എൻ്റെ ആരാധകരും അതിന്റെ കാരണമാണെന്നാണ് നടൻ പറഞ്ഞത്. ഇത്രയേറെ ഭാര്യയെ സ്നേഹിച്ചിരുന്ന ഒരാൾ എന്തുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി എന്നാണ് കമന്റ് ബോക്സിൽ നിറയുന്ന ചോദ്യങ്ങൾ. നടി തൃഷയുമായിട്ടാണ് വിജയ്ക്ക് ബന്ധമെന്നാണ് പ്രചരിക്കുന്നത്. സംഗീത വിജയ്ക്കൊപ്പം 5 വർഷമായി ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. തൃഷയുമായുള്ള ബന്ധം ആദ്യം കണ്ടുപിടിച്ചതും സംഗീതയാണ്. അന്ന് എല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് നടൻ ഉറപ്പ് നൽകി. അത് വിശ്വസിച്ചാണ് വിവാഹമോചനത്തിന് അന്ന് സംഗീത മുതിരാതിരുന്നത്. എന്നാൽ വാക്ക് തെറ്റിച്ച് വിജയ് വീണ്ടും നടിയുമായി കൂടുതൽ അടുത്തു. മക്കൾ 2 പേരും സംഗീതയ്ക്കൊപ്പമാണ്. മകൻ സഞ്ജയ് നടനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തു. വിദേശത്ത് മാതാപിതാക്കൾക്കൊപ്പമാണ് ഇപ്പോൾ സംഗീതയും മക്കളും താമസിക്കുന്നത്. അതേസമയം വിജയ് തൃഷ ബന്ധം ഭാര്യ സംഗീത സ്വർണ്ണലിംഗം തുറന്നു കാട്ടിയ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലാവുകയാണ്. തൃഷ വിജയ് ബന്ധം ശക്തി പ്രാപിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ടൈം ലൈൻ പോസ്റ്റാണ് ചർച്ചയാകുന്നത്. ദി നോ വൺ എന്ന എക്സ് അക്കൗണ്ടിലാണ് വൈറലായ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൃഷയുടെ സോളോ ട്രിപ്പുകളിൽ വിജയുടെ സാന്നിധ്യം തെളിവോടെ എടുത്തു പറയുന്നുണ്ട് ഈ വൈറൽ പോസ്റ്റിൽ. മണിക്കൂറുകൾക്കുള്ളിൽ 10 ലക്ഷത്തിലധികമാണ് പ്രസ്തുത പോസ്റ്റിന് കിട്ടിയ റീച്ച്. 2004 മുതൽ 2008 വരെയുള്ള കാലയളവിൽ തൃഷയും വിജയും നായകരും നായികയുമായി 4 സിനിമകൾ ചെയ്തു. പിന്നെ 2008 മുതൽ 2021 വരെ യാതൊരു വിവരവും ഈ ജോഡിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. 2022 മാർച്ചിൽ തൃഷ ന്യൂയോർക്ക് സിറ്റിയിൽ സോളോ ട്രിപ്പിന് പോയി. സുഹൃത്തുക്കൾക്കൊപ്പം മെക്സിക്കൻ ട്രിപ്പ് കഴിഞ്ഞ് എത്തിയ ശേഷമാണ് തൃഷ സോളോ ട്രിപ്പ് പോയത്. കുരുവിക്ക് ശേഷം തൃഷയും വിജയും ഒരുമിച്ച് അഭിനയിച്ച സിനിമ ലിയോയാണ്. ഇടയ്ക്കിടെ സോളോ ട്രിപ്പ് പോവുകയും അതിന്റെ ഫോട്ടോകളും വീഡിയോകളും തൃഷ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. താരം സോളോ ട്രിപ്പ് പോകുമ്പോഴെല്ലാം മറ്റൊരാളുടെ കൂടി സാന്നിധ്യം ആളുകൾ മുമ്പ് കണ്ടെത്തി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും മറ്റൊരാളുടെ സാന്നിധ്യം വ്യക്തമാകുമെന്ന് പോസ്റ്റിൽ പറയുന്നു. അതേ വർഷം ഒക്ടോബർ മുതൽ തൃഷയുടെ വിരലിൽ എൻഗേജ്മെന്റ് റിംഗ് പോലൊന്ന് കണ്ടു തുടങ്ങി. ഒട്ടുമിക്ക ഫംഗ്ഷനുകളിലും തൃഷ അത് ധരിക്കാറുണ്ട്. പൊന്നിൻ സെൽവൻ പ്രൊമോഷൻ വേളയിലും ലിയോ സക്സസ് മീറ്റിലും തൃഷയുടെ വിരലിൽ ഇതേ മോതിരം കാണാം. പിന്നീട് തൃഷ വീണ്ടും യൂറോപ്പിലേക്ക് സോളോ ട്രിപ്പ് പോയി. ശേഷം 2023
ജനുവരിയിൽ വാരിസ് ADFസിലും പ്രൈവറ്റ് പാർട്ടിയിലും താരം പങ്കെടുത്തു. വാരിസിൽ തൃഷ അഭിനയിച്ചിട്ടില്ല. മാത്രമല്ല ഇരുവരും ഡ്രസ് കോഡിലാണ് പലപ്പോഴും ഫംഗ്ഷനുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ECRൽ വിജയുടെ വസതിയോട് ചേർന്ന് തൃഷ താമസം തുടങ്ങി. ജൂണിൽ വിജയുടെ പിറന്നാൾ ദിനത്തിൽ റെഡ് ഹാർട്ട്, ഇൻഫിനിറ്റി, ഡബിൾ ഐ ഇമോജി എന്നിവ ക്യാപ്ഷനായി നൽകി നടനൊപ്പമുള്ള ഫോട്ടോ നടി പങ്കുവച്ചു. അതേ വർഷം ഓഗസ്റ്റിൽ സ്കാൻഡിനേവിയ ക്രൂയിസിൽ സോളോ ട്രിപ്പ് അടിക്കുന്നതിന്റെയും ഒപ്പം റൊമാന്റിക്കായി ആർക്കോ മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെയും ഫോട്ടോ പങ്കുവച്ചു. മാത്രമല്ല നോർവേയിൽ നിന്നുള്ള ഇരുവരുടെയും CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഒപ്പം തൃഷ പങ്കിട്ട പോസ്റ്റിൽ കാണുന്ന ഷൂ വിജയുടേതാണെന്ന നിഗമനത്തിൽ ആളുകൾ എത്തുകയും ചെയ്തിരുന്നു. കാരണം അതേ ഷൂ ധരിച്ച് വിജയ് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 2023 ഓഗസ്റ്റ് 25 ഒരു പോസ്റ്റ് കൂടി തൃഷ പങ്കിട്ടു. അതിൽ തൃഷയെ കാണാം. അന്ന് വിജയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു. പിന്നീട് വിജയെയും തൃഷയെയും വെച്ച് ഒരു ഫാൻ ബോയ് ചെയ്ത വീഡിയോയിൽ ലവ് ദിസ് എന്ന് തൃഷ കമന്റ് ഇട്ടിരുന്നു. അത് ചർച്ചയായപ്പോൾ ഡിലീറ്റ് ചെയ്തു. 2023 നവംബർ 1 അതായത് കർവ ചൗത്ത് ആചരിക്കുന്ന ദിവസം ലിയോയുടെ സക്സസ് മീറ്റ് നടന്ന വേദിയിൽ റെഡ് സാരിയിൽ നടിയെത്തി. ഇരുവരും ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഫോട്ടോകളും പുറത്തു വന്നിരുന്നു. തൃഷ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിലും വിജയുടേതായി പുറത്തുവരുന്ന ഫോട്ടോകളിലും ഒരേ വീടും ഇന്റീരിയറുമാണെന്നാണ് ലിവിംഗ് ടുഗദർ എന്ന റൂമിന് കാരണം എന്നും വൈറൽ പോസ്റ്റിൽ പറയുന്നു. സിനിമാ സംബന്ധമായ പരിപാടികളിലും സജീവമായി പങ്കെടുക്കാറുണ്ട് തൃഷ. ജനങ്ങളോടാണ് എനിക്ക് എന്നും നന്ദി പറയാനുള്ളതാണ് തൃഷ എപ്പോഴും പറയാറുള്ളത്. നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇപ്പോഴും ഈ മേഖലയിൽ പിടിച്ചു നിർത്തിയതും നിങ്ങളാണ് എന്നാണ് തൃഷ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം സജീവമായി പങ്കെടുക്കാറുണ്ട്. ലിയോ സിനിമയുടെ വിജയാഘോഷ വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വിജയ് സംഗീത വിവാഹമോചന ചർച്ചകൾക്കിടയിൽ തൃഷയുടെ റോളും ചർച്ച സോഷ്യൽ മീഡിയയിലുണ്ട്. ആ പറഞ്ഞ നടി തൃഷയാണെന്നാണ്, അതായത് സംഗീത പറഞ്ഞ നടി തൃഷയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. നടിക്കൊപ്പമുള്ള ലിവിംഗ് ടുഗദർ, പരസ്ത്രീ ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ ചേർത്തായിരുന്നു സംഗീത പരാതി നൽകിയത്. ലിയോ എന്ന ചിത്രത്തിന് ശേഷമായി ഇരുവരും ഒന്നിച്ചാണ് എപ്പോഴും എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില കണ്ടെത്തലുകൾ. തൃഷ ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നതിന് കാരണം വിജയ് ആണെന്ന് പറഞ്ഞവരുമുണ്ട്. ഇനി ഇവരെ ഒന്നിക്കുമോ എന്നാണ് ചോദ്യങ്ങൾ. സംഗീത ഡിവോഴ്സ് ആവശ്യപ്പെട്ടതോടെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് തൃഷ നേരിടുന്നത്. കാര്യങ്ങൾ അറിയാതെയാണ് പലരും കുറ്റപ്പെടുത്തുന്നത്. ഇതെന്താണ് ഇങ്ങനെയൊരു അവസ്ഥയെന്ന് മനസ്സിലാവുന്നില്ലെന്നും അവർ പറഞ്ഞിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു തൃഷയുടെ പ്രതികരണം. വെക്കേഷൻ ആഘോഷിക്കാനായി പോയത് പോലെയായിരുന്നു ലിയോയിൽ അഭിനയിച്ചപ്പോൾ. ലോകേഷ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ചെയ്യണമെന്ന് തോന്നിയിരുന്നു. വിജയ് സ്കൂൾ കാലഘട്ടത്തിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് വീണ്ടും കാണുന്നു, ഒന്നിച്ച് യാത്ര പോകുന്നു. അതുപോലെയായിരുന്നു വിജയ്ക്കൊപ്പം അഭിനയിച്ചപ്പോൾ. അന്നത്തെ അതേ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. ഇൻഡസ്ട്രിയിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് അദ്ദേഹം. 20 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനൊപ്പമാണ്. ഹോം ഒരു പ്ലേസ് അല്ല, അനുഭവമാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. ലിയോ എനിക്ക് അങ്ങനെയൊരു അനുഭവമായിരുന്നു എന്നാണ് തൃഷ പറഞ്ഞത്. സദസ്സിലിരുന്ന് തൃഷയെ വീക്ഷിക്കുന്ന വിജയിയെയും വീഡിയോയിൽ കാണാം. തന്റെ പേര് പറഞ്ഞപ്പോൾ നിറഞ്ഞു ചിരിക്കുകയായിരുന്നു അദ്ദേഹം. നിശബ്ദതയും വിജയവുമാണ് പ്രതികാരം എന്നൊരു വാക്കുണ്ട്. അതൊരു വാക്ക് മാത്രമല്ല, യാഥാർത്ഥ്യമാണെന്നായിരുന്നു തൃഷ പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും വിജയും ഒന്നിച്ചത്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഒന്നിച്ച് സിനിമ ചെയ്യുന്നതെന്ന മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കെമിസ്ട്രി ഇഷ്ടമുള്ളവരാണല്ലോ അങ്ങനെ ചോദിക്കുന്നത്. നീണ്ട ബ്രേക്കിന് ശേഷമായി ഒന്നിച്ചപ്പോഴും അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ വിജയിച്ചു, അതിൽ ഒരുപാട് സന്തോഷം. അഭിനേതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾ രണ്ടാളും ഒരുപാട് വളർന്നിട്ടുണ്ട് ഇക്കാലയളവിൽ. വിജയ് അന്നും ഇന്നും അതേപോലെയാണ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയും. മനസ്സിൽ സന്തോഷമാണെങ്കിലും അത് എപ്പോഴും മുഖത്ത് കാണും. എൻ്റെ സന്തോഷത്തിന് കാരണം അതാണ്. ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ ഇരിക്കുന്ന ആളാണ് ഞാൻ. അത് പ്രത്യേകിച്ച് ആശങ്കകളൊന്നും ഉണ്ടാവാറില്ല എനിക്ക്. വിജയങ്ങളിൽ അമിതമായി സന്തോഷിക്കാറില്ല. അതുപോലെ പരാജയങ്ങളിൽ സങ്കടപ്പെടാറുമില്ല. അങ്ങനെ ഒരു പ്രകൃതമാണ് തൻ്റേതെന്നും അന്ന് തൃഷ പറഞ്ഞിരുന്നു.